ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മികച്ച കർഷകനുള്ള അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ 68-കാരനായ കർഷകന്റെ നാടൻ പച്ചക്കറി വിൽപ്പന കേന്ദ്രം പൂട്ടിച്ച് അധികൃതർ. പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി കുറ്റിപ്പുറം നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രമാണ് റമളാന്റെ മധ്യത്തിൽ അടച്ചുപൂട്ടിയത്. ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലത്ത് കുറ്റിപ്പുറം കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ 3 വർഷത്തോളമായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വിപണന കേന്ദ്രമാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് താഴിട്ട് പൂട്ടിച്ചത്. എടച്ചലം ക്ലസ്റ്ററിലെ അംഗവും പ്രമുഖ കർഷകനുമായ മുണ്ടേന്മാരിൽ തുപ്രൻ നടത്തിയിരുന്ന നാടൻ പച്ചക്കറി കേന്ദ്രമാണ് വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൃഷി ഓഫീസറും മറ്റും മുൻകൈയെടുത്ത് അടച്ചുപൂട്ടിച്ചത്. ഇതോടെ ഗ്രാമപഞ്ചായത്തിലെ പച്ചക്കറി കർഷകർ പ്രതിസന്ധിയിലായി. പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പ് നടത്തിയ നിരവധി കർഷകരാണ് അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം പെരുവഴിയിലായത്. എടച്ചലം, കൊളക്കാട്, പേരശന്നൂർ പ്രദേശങ്ങളിലെ പച്ചക്കറി കർഷകരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച എടച്ചലം ക്ലസ്റ്ററാണ് നാടൻ പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിച്ചത്. 8 വർഷത്തോളം ക്ലസ്റ്ററിലെ അംഗമായ മറ്റൊരു കർഷകനാണ് കേന്ദ്രം നടത്തിയിരുന്നത്. ഇതിനുശേഷമാണ് സമ്പൂർണമായി നാടൻ പച്ചക്കറി കൃഷി നടത്തുന്ന തുപ്രന് കേന്ദ്രം നടത്തുന്നതിന് വിട്ടു നൽകുന്നത്. കഴിഞ്ഞ 3 വർഷമായി നല്ല നിലയിൽ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ പച്ചക്കറി കൃഷിക്കാരിൽ വിഭവങ്ങൾ ശേഖരിച്ചാണ് കേന്ദ്രത്തിലൂടെ വിൽപ്പന നടത്തിയിരുന്നത്. ഗ്രാമപഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് നാടൻ പച്ചക്കറികൾ കിട്ടാത്ത സമയങ്ങളിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷകരിൽ നിന്നും നാടൻ വിഭവങ്ങൾ ശേഖരിച്ച് തുപ്രൻ സ്ഥാപനം നടത്തിക്കൊണ്ടുപോയിരുന്നു. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം ഫസ്റ്റ് ക്ലാസ് അംഗീകാരം നേടുകയും ചെയ്തിരുന്നു. ഇതിനിടെ തുപ്രനിൽ നിന്ന് വിപണന കേന്ദ്രം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ അരങ്ങേറി. ഇതിന്റെ ഭാഗമായി കേന്ദ്രത്തിനെതിരെ ചില പരാതികൾ കൃഷിഭവനിലും പഞ്ചായത്ത് ഓഫീസിലും ലഭിച്ചു. ഇതിൽ തളരാത്ത വയോധികനായ കർഷകനെ പ്രതിസന്ധിയിലാക്കാൻ ക്ലസ്റ്ററിന്റെ തീരുമാനമായി വാടക ഇനത്തിൽ വൻതുക അടിച്ചേൽപ്പിച്ചു. ദിവസവും 600 രൂപ വെച്ച് ക്ലസ്റ്ററിന് നൽകണമെന്ന വ്യവസ്ഥയും കരാറുമുണ്ടാക്കി. ഭീമമായ തുക അടിച്ചേൽപ്പിക്കരുതെന്ന് തുപ്രൻ ആവശ്യപ്പെട്ടെങ്കിലും ഇത് ചെവിക്കൊള്ളാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും പുതിയ വ്യവസ്ഥ പ്രകാരം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 18,300 രൂപയോളം അടച്ചിരുന്നതായും ബാക്കി വരുന്ന തുക അടയ്ക്കാനിരിക്കെയാണ് മുന്നറിയിപ്പ് നൽകാതെ വിപണന കേന്ദ്രം അടച്ചുപൂട്ടിയതെന്ന് തുപ്രന്റെ ബന്ധുക്കൾ ആരോപിച്ചു. നേരത്തെ 8 വർഷത്തോളം സ്ഥാപനം നടത്തിയിരുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള വാടക ചുമത്താൻ ക്ലസ്റ്ററോ ഭാരവാഹികളോ കൃഷിഭവനോ തയ്യാറായിരുന്നില്ലെന്നും ചെമ്പിക്കൽ മഞ്ചാടി ക്ലസ്റ്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിപണന കേന്ദ്രം നടത്തിപ്പുകാരിൽ നിന്നും ഒരു തരത്തിലുള്ള വാടകയും ബന്ധപ്പെട്ടവർ ഈടാക്കുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം പഞ്ചായത്തിന്റെ സ്ഥലത്ത് കേന്ദ്രം നടത്തുന്ന തുപ്രൻ വാടക നൽകാത്തതുകൊണ്ടാണ് അടച്ചുപൂട്ടിയതെന്നാണ് കുറ്റിപ്പുറം കൃഷി ഓഫീസർ രുക്മിണി വ്യക്തമാക്കുന്നത്. ഈ ചാനൽ കുറ്റിപ്പുറം. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം വാവ്, versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.